കള്ളനോട്ടിനും അനുകൂലമായി, കള്ളപ്പണത്തിനും കള്ളനോട്ടിനും എതിരായ യുദ്ധത്തിന് അനുകൂലമായി ഇപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തു എന്നാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ, ഒന്നോ രണ്ടോ ഒഴിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ കള്ളപ്പണത്തിനെതിരായ നടപടി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? കള്ളപ്പണത്തിനും കള്ളനോട്ടിനും എന്ന പേരിൽ നടത്തിയിരിക്കുന്ന മുന്നൊരുക്കമില്ലാത്ത നടപടി രാജ്യത്ത് ഇതിനു മുൻപ് ഒരിക്കലും ഇല്ലാത്ത അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ഉത്തരമാണ് രാജ്യം പ്രധാനമന്ത്രിയിൽ നിന്ന് തേടുന്നത്. ശ്രീ വി രാജേഷ്, ചോദ്യമൊന്നും മറ്റൊന്നുത്തരവുമാക്കി മാറ്റിമറിക്കുന്ന ഈ വിദ്യ രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന യഥാർത്ഥ അവസ്ഥയെ നേരിടുന്നതിൽ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടല്ലേ കാണിക്കുന്നത്? താങ്കൾ പറഞ്ഞ തരത്തിലാണ് ജനങ്ങൾ മനസ്സിലാക്കിയതെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയെ തിരസ്കരിക്കണ്ടേ? കള്ളപ്പണത്തിനും അഴിമതിക്കുമെതിരായ യുദ്ധത്തിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ ജനങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നു. ഇതിനെടുത്ത മുന്നൊരുക്കങ്ങൾ ഇത് നടപ്പിലാക്കിയ ഇംപ്ലിമെന്റേഷൻ പാർട്ടിലാണ് വ്യത്യസ്ത അഭിപ്രായമുള്ളതെന്ന് താങ്കൾ തന്നെ പറയുന്നു, ജനങ്ങൾ തന്നെ പറയുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് ശരിയാണെങ്കിൽ ആ മുന്നൊരുക്കങ്ങൾ പോരായ്മ തോന്നിയ ജനങ്ങൾ ഞങ്ങളെ തിരസ്കരിക്കണ്ടേ? ജനങ്ങൾ തിരസ്കരിക്കുകയല്ലോ, ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചിരിക്കുകയല്ലേ. ഇനി ആന്റണി പറഞ്ഞു മറുപടി നേരത്തെ പറഞ്ഞു, അല്ല ജനങ്ങൾ തിരസ്കരിച്ചിട്ടില്ല. മുന്നൊരുക്കങ്ങളിലും പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിലും ജനങ്ങൾ ഈ സർക്കാരിനൊപ്പം നിൽക്കുന്നു, ബിജെപിക്കൊപ്പം നിൽക്കുന്നു, ഈ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്നു. നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഇവിടെ മഹാരാഷ്ട്രയിലേതോ കോലാപ്പൂർ മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനം മുഴുവൻ ബിജെപിക്കൊപ്പം നിൽക്കുന്നു എന്ന് വി രാജേഷ് പറയുന്നതെങ്കിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലത്തെക്കുറിച്ച് ഇപ്പൊ മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്തത് അവിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷവും ബിജെപിയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു കൌൺസിലിൽ എന്നാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് അല്പം മുൻതൂക്കമുണ്ടായി എന്നവകാശപ്പെടുന്നത്. രാജേഷിനെ ഒറ്റ കാര്യം ഓർമ്മിപ്പിക്കുക, ഏതാനും മാസം മുമ്പ് മഹാരാഷ്ട്രയിൽ മാത്രമല്ല യുപിയിലും മറ്റ് ഗുജറാത്തിലും ഒക്കെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അന്ന് വലിയ പരാജയം ബിജെപിക്കുണ്ടായി എന്ന് വാർത്ത വന്നപ്പോൾ നിങ്ങൾ അന്ന് അതിനെ പ്രതിരോധിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പേയല്ല, ചിഹ്നത്തിലല്ല അവിടെ മത്സരിക്കുന്നത് എന്നായിരുന്നു അന്നത്തെ വാദം. മോഡി ദത്തെടുത്ത ഗ്രാമത്തിൽ ബിജെപി പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. മോഡിയുടെ മണ്ഡലത്തിൽ വാരാണസിയിൽ അദ്ദേഹം ദത്തെടുത്ത ഗ്രാമത്തിൽ, സാഗി പ്രകാരം ദത്തെടുത്ത ഗ്രാമത്തിൽ, രാജ്നാഥ് സിംഗിന്റെ മണ്ഡലത്തിൽ ബിജെപി പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു. നിതിൻ ഗഡ്കരിയുടെ മണ്ഡലത്തിലും അന്ന് പരാജയപ്പെട്ടു. ഏതാനും മാസം മുമ്പ് നടന്നതാണ്. അന്നത്തെ വാദം അത് രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല, കേരളത്തിലെ പോലെയല്ല, അവിടെയൊന്നും മറ്റേ ചിഹ്നത്തിലല്ല മത്സരിക്കുന്നത് എന്നായിരുന്നു. അപ്പൊ സൌകര്യാനുസരണം നിങ്ങൾ ഓരോ സമയത്ത് ഓരോ വാദവുമായിട്ട് വരരുത്. ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ തന്നെ ഇപ്പൊ AIDMK നിങ്ങളോട് മൃദുവായ സമീപനം സ്വീകരിച്ചതാ, ഒരു ഘട്ടത്തിലും പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നതല്ല, ഇപ്പോൾ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുകയാണ് ഈ പ്രശ്നത്തിൽ. എന്തുകൊണ്ടാ? നിൽക്കാതിരിക്കാൻ കഴിയാത്ത തരത്തിൽ ജനങ്ങൾ അവിടെ പ്രശ്നം അഭിമുഖീകരിക്കുന്നു. ആരെല്ലാം ഈ പ്രശ്നത്തിൽ നോട്ട് പിൻവലിച്ച പ്രശ്നത്തിൽ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കാണാതിരിക്കുന്നുവോ അവർ അവിടെ ഒറ്റപ്പെടുമെന്ന എന്ന സ്ഥിതിയുള്ളത് കൊണ്ടാണ് AIDMK ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ബിജു ജനതാദൾ, ശിവസേന തുടങ്ങിയിട്ടുള്ളവരെല്ലാം ഈ ഭരണപരമായ തീരുമാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇനിയും എവിടെ നിൽക്കും എന്നുള്ളതാണ് ശ്രീ നരേന്ദ്രൻ. നേരത്തെ ശ്രീ ആന്റണി ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശമ്പള ദിവസം അടുക്കുകയാണ്. 1-ാം തീയതിയിലേക്ക് ഈ പറയുന്ന ഒരു ന്യായവും എവിടെയും ഫലിക്കാത്ത രീതിയിൽ ആളുകൾക്ക് പണം കറൻസിയായി തന്നെ ആവശ്യമുണ്ട്. എല്ലാവർക്കും ആവശ്യമുണ്ട്. വാടക കൊടുക്കണം, മറ്റു പല ആവശ്യങ്ങൾക്കും, ചെറിയ കാര്യങ്ങൾക്ക് മുതൽ പത്രക്കാരന് കൊടുക്കണം, മീൻകാരന് കൊടുക്കണം, പാലുകാരന് കൊടുക്കണം. അങ്ങനെ പണം വലിയ രീതിയിൽ ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തിക്കും കറൻസിയായി തന്നെ ആവശ്യമുള്ള ഒരു ഘട്ടം നേരിടാൻ കേരളത്തിലെ, ഇന്ത്യയിലെ ബാങ്കുകൾ സന്നദ്ധമാണോ? നവംബർ 8-ാം തീയതിയിലെ തീരുമാനത്തിന്റെ ദോഷഫലങ്ങളുടെ ക്ലൈമാക്സ് തീയതിയാണ് ഒരുപക്ഷെ ഈ ശമ്പള ദിനം എന്ന് പറയേണ്ടി വരും. ഏതാണ്ട് 1 കോടിയിലധികം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും സംസ്ഥാനങ്ങളിലെ ജീവനക്കാരും അതൊക്കെ കൂടാതെ കണ്ട് നമ്മുടെ രാജ്യത്ത് ചെറുതും വലുതുമായിട്ടുള്ള ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളടക്കം ഏതാണ്ട് 26 കോടി ആളുകൾക്കെങ്കിലും ഈ 30-ാം തീയതി 1-ാം തീയതി ആയിട്ട് പൈസ കൊടുക്കേണ്ടതുണ്ട്. സ്ഥാപനങ്ങൾക്ക് ഒരുപക്ഷെ ചിലപ്പോൾ അത് അക്കൌണ്ടിലേക്ക് കൈമാറി അവരുടെ തടി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേക്കും. പക്ഷേ പണം സാധാരണക്കാരുടെ കൈവശം എത്തിയില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ഉറ്റുനോക്കുന്ന 1-ാം തീയതിയെ കാത്തിരിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത്. അവർക്ക് സ്വാഭാവികമായിട്ടും വലിയ വലിയ പ്രതീക്ഷകൾ നൽകുന്ന ദിവസത്തിൽ കറൻസി ലഭ്യമാകാതെ മറ്റെന്ത് തത്വശാസ്ത്രം വിളമ്പിയിട്ടും ഒരു പ്രയോജനവുമില്ല. കറൻസി ഇപ്പോഴും ബാങ്കുകളില്ല എന്നുള്ളതാണ്
ബാങ്കുകളിൽ ക്യൂ ഇല്ലാത്തതിന്റെ കാരണം ബാങ്കുകളിൽ കറൻസി ഇല്ല. ബാങ്കുകളിൽ നിന്ന് പണം പുറത്തേക്ക് വിടാൻ ഭരണാധികാരികൾ അനുവദിക്കുന്നില്ല. പഴയ കറൻസി കൈമാറുന്ന സമ്പ്രദായം നിർത്തലാക്കി. നവംബർ 8-ാം തീയതി പറഞ്ഞത് ഡിസംബർ 30 വരെ നിങ്ങൾക്ക് സമാധാനത്തോടെ അങ്കലാപ്പില്ലാതെ കണ്ട് ഈ കറൻസികൾ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. പക്ഷേ മിനിഞ്ഞാന്ന് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെ കണ്ട് ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും ഈ സമ്പ്രദായം പൊടുന്നനെ നിർത്തലാക്കി. ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കഴിഞ്ഞ തവണ ചെയ്ത് പ്രധാനമന്ത്രി നേരിട്ട് രാജ്യത്ത് നൽകിയ വാഗ്ദാനം പോലും ലംഘിച്ചുകൊണ്ടാണ് നിങ്ങളിപ്പോൾ രാജ്യത്തെ നേരിടുന്നത് എന്നുകൂടി ഓർമ്മ വേണം. ഈ 1-ാം തീയതി നേരിടാൻ കേരളത്തിലെയും രാജ്യത്തെയും ബാങ്കുകൾ സജ്ജമാണോ? അല്ല, എന്തിനാ ഈ തെറ്റായ വിവരങ്ങൾ ശ്രീ നരേന്ദ്രൻ അദ്ദേഹത്തെ പോലെ മുതിർന്ന ആൾക്കാരുടെ പറയുന്നത്? നവംബർ 11-ാം തീയതി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറക്കിയ സർക്കുലർ, ആ സർക്കുലറിന്റെ കോപ്പി എന്റെ ഉണ്ട്, താങ്കളുടെ മെയിൽ ഐ ഡി ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ബാങ്കുകളിൽ നിങ്ങൾക്ക് പഴയ നോട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തീയതി പരമാവധി 24 വരെയാണ് എന്ന് പ്രധാനമന്ത്രി എവിടെയാ പറഞ്ഞത്? താങ്കൾ ആ ക്ലിപ്പിംഗ്സ് എനിക്കൊന്ന് കേൾക്കാമോ? തെറ്റായ വിവരങ്ങൾ ചാനൽ ചർച്ചയിൽ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. പ്രധാനമന്ത്രി നവംബർ 8-ലെ പ്രസംഗത്തിൽ ഒരു ചോദ്യം, നവംബർ 8-ലെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൽക്കാലത്തേക്ക് ശ്രീ വി വി രാജേഷ് തൽക്കാലത്തേക്കാണ് ഈ 4000 രൂപ മാറ്റിയെടുക്കാം എന്നുള്ള പരിധിയുള്ളത് എന്നും വരും ദിവസങ്ങളിൽ അത് കൂടുതൽ ഉയർന്ന തുകയിലേക്ക് മാറുമെന്ന് പറഞ്ഞത് താങ്കൾ കേട്ടതാണോ? ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രീ നരേന്ദ്രൻ അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതാ. നവംബർ 11 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സർക്കുലറിൽ 24-ാം തീയതി ഡെഡ് ലൈൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് വസ്തുതയായിരിക്കെ താങ്കൾ 30-ാം തീയതി വരെ മാറാൻ പറ്റുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാരെ വസ്തുതാപരമായിട്ട് ഹരീഷ് വാസുദേവൻ, ഹരീഷിന്റെ നിഷ്പക്ഷ ഡിസംബർ 30-ാം തീയതി വരെ പഴയ നോട്ടുകൾ മാറിക്കൊടുക്കാമെന്നുള്ള ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ഞാനത് കാണിച്ചു തരാം, രാജേഷിന് കാണിച്ചു തരാം. 8-ാം തീയതിത്തെ നോട്ടിഫിക്കേഷനിൽ തന്നെ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തുടരട്ടെ. താങ്കൾ അതിന് മറുപടി പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്, തുടർന്നും പറയുന്നുണ്ട്. ശ്രീ വി വി രാജേഷ് നവംബർ 8-ന്റെ വിജ്ഞാപനത്തിൽ തന്നെ പറയുന്നുണ്ട് തീയതി ഡിസംബർ 30 വരെ മാറിയെടുക്കാമെന്ന്. എത്ര ചാനൽ ചർച്ചകളിൽ ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ആളുകൾ തിടുക്കം കൂട്ടുന്നത്, ഡിസംബർ 30 വരെ നോട്ടുകൾ മാറ്റിയെടുക്കാമല്ലോ എന്ന്? ഷാനി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറക്കിയ സർക്കുലറാണോ ബി.ജെ.പി. നേതാക്കൾ ഏതെങ്കിലും പൊതുവെ പ്രസംഗത്തിൽ പറഞ്ഞാണോ? ചാനൽ ചർച്ചകളിലെ കാര്യമാണ് ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞ കാര്യമാണ്. നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞത് ആദ്യഘട്ടത്തിലെ നിയന്ത്രണം മാറിക്കഴിഞ്ഞാൽ പിന്നീട് നോട്ടുകൾ കൂടുതൽ അളവിൽ മാറിയെടുക്കാനുള്ള സൗകര്യം ഉണ്ടാകുമെന്നാണ്. താങ്കൾ കേട്ടതാണോ? സംഭവിച്ചത് ഇപ്പോൾ എന്താണ്? അത്തരത്തിൽ എത്ര തീരുമാനങ്ങൾ പ്രധാനമന്ത്രി അന്ന് നൽകിയ ഉറപ്പിന് വിപരീതമായി എത്ര തീരുമാനങ്ങൾ പിന്നീട് മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു ശ്രീ രാജേഷ്. അതിനെക്കുറിച്ച് ന്യായീകരിക്കാനും ചർച്ച ചെയ്യാനുമാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ മതിയാകില്ല. അല്ല, ഒന്ന് ഓരോ കാര്യങ്ങളും ഓരോ പോയിന്റ് പറയുമ്പോഴേക്കും താങ്കൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഡൈവേർട്ട് ചെയ്തു പോകും. തീരുമാനങ്ങൾ ഇപ്പോൾ ടോൾ ശ്രീ നരേന്ദ്രൻ പറഞ്ഞത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. ഈ പോയിന്റിലേക്ക് ചർച്ച ചുരുക്കാതിരിക്കേണ്ടത് കേൾക്കുന്നവരുടെയും 1-ാം തീയതി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായ ചോദ്യത്തിന് മറുപടി കിട്ടേണ്ട അവകാശമുള്ള എല്ലാവരുടെയും അവകാശം നിഷേധിക്കലാകുമെന്നുള്ളതുകൊണ്ട് ശ്രീ വി വി രാജേഷ് 1-ാം തീയതിയെ നേരിടാൻ ബാങ്കുകൾ സജ്ജമാണോ? അതായത് ഈ ചർച്ച മറ്റുള്ള പോയിന്റുകളിലേക്ക് പോകുന്നത് താങ്കൾ ഉൾപ്പെടെ 5 പേർ പല ഡയമെൻഷനിൽ പല ചോദ്യങ്ങൾ ചോദിക്കും. സ്വാഭാവികമായിട്ടും എനിക്ക് എന്റെ പാർട്ടിയെ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്, എനിക്ക് ഗവൺമെന്റിന്റെ ഭാഗം പറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സമയം എനിക്ക് എല്ലാവരെക്കാളും കുറച്ച് സമയമാണ് എനിക്ക് കിട്ടുന്നത്. താങ്കൾക്ക് കൂടുതൽ സമയം തരാം, കാരണം താങ്കൾക്ക് മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അറിയൂ. രാജ്യത്ത് വേറെ ആർക്കും അറിയില്ല എന്താണ് ബി.ജെ.പി. ചെയ്യാൻ പോകുന്നത്, എന്താണ് പ്രധാനമന്ത്രി ചെയ്യാൻ പോകുന്നത്, റിസർവ് ബാങ്ക് നാളെ കൊണ്ടുവരുന്ന വിജ്ഞാപനം എന്തായിരിക്കും വേറെ ആർക്കും അറിയില്ല. താങ്കൾക്ക് അറിയാമെങ്കിൽ കൃത്യമായി പറഞ്ഞോളൂ, സമയം തരാം. അല്ല, റിസർവ് ബാങ്ക് നാളെ കൊണ്ടുവരാൻ പോകുന്ന വിജ്ഞാനം അറിയാൻ വേണ്ടി ഞാൻ ജോത്സ്യനൊന്നുമല്ല. അത് റിസർവ് ബാങ്കിന്റെ വിജ്ഞാപനം. അപ്പോൾ ജോത്സ്യം വെച്ചാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് വിജ്ഞാപനം ഇറക്കുന്നതെന്ന് താങ്കൾ സമ്മതിക്കും? അല്ല, ഞാൻ മറുപടി തരാം. ഇപ്പോ നവംബർ 8-ാം തീയതി ഈ നോട്ട് പിൻവലിക്കുമ്പോഴേക്കും 22 ദിവസം കഴിയുമ്പോൾ 30-ാം തീയതി ആവുമെന്ന് 1-ാം തീയതി ശമ്പളം കൊടുക്കണമെന്ന് ഗവൺമെന്റിന് അറിയാം. ഗവൺമെന്റ് അതിന് വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് നയം രൂപീകരിച്ചിട്ടുണ്ട്.
ചില സംസ്ഥാനങ്ങളിൽ ഇപ്പൊ തോമസ് ഐസക് ധനമന്ത്രിയായിട്ടുള്ള കേരളത്തിൽ എന്തായാലും ഒരു പ്രതിസന്ധി ഉണ്ടാകും. കാരണം രാത്രി 8 മണിക്ക് നോട്ടുകൾ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും 8:30 പ്രതിഷേധക്കുറിപ്പ് ഇറക്കിയ അത് എന്താണെന്ന് പോലും വായിക്കാതെ പ്രതിഷേധക്കുറിപ്പ് ഇറക്കി മുൻപിൽ നിന്ന് ഇവിടെ ഒരു അങ്കലാപ്പ് സൃഷ്ടിച്ചാണ് തോമസ് ഐസക്. അതുകൊണ്ട് കേരളത്തിൽ എന്തായാലും പ്രതിസന്ധി ഇല്ലെങ്കിലും ധനമന്ത്രി എന്താണ് സംഭവിച്ചത് ശ്രീ വി. രാജേഷ്? യാതൊരു സംശയവും അന്ന് ധനമന്ത്രി തോമസ് ഐസക് വാർത്താക്കുറിപ്പിറക്കി ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന്. എന്താണ് സംഭവിച്ചത്? പ്രതിസന്ധി ഉണ്ടായോ? അദ്ദേഹം പറഞ്ഞതാണോ പ്രധാനമന്ത്രി പറഞ്ഞതാണോ ശരിയായത്? എന്താ സംഭവിച്ചത്? പ്രധാനമന്ത്രി പറഞ്ഞത് ശരിയായി, ഐസക് പറഞ്ഞാണോ ശരിയായത്? പ്രധാനമന്ത്രി പറഞ്ഞു 50 ദിവസം എനിക്ക് തരണം, 50 ദിവസം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ജനങ്ങൾ അതിന് തയ്യാറായിരുന്നു, ജനങ്ങൾ അത് മനസ്സാ സമ്മതിച്ചു. ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ 500 നോട്ട് ഇന്നിപ്പോ ഇദ്ദേഹം പറയുന്നില്ല, ശ്രീ നരേന്ദ്രൻ, അദ്ദേഹം ഏത് ബാങ്കിൽ പോയപ്പോഴാണ് ഇന്ന് പൈസ കിട്ടാത്തത്? സർ, താങ്കൾ ഇന്ന് ഏതെങ്കിലും ബാങ്കിൽ പോയോ? ഏത് ബാങ്കിലാണ് താങ്കൾക്ക് നോട്ട് മാറി കിട്ടാത്തത്? എനിക്കും കൂടെ അറിയട്ടെ. ആ ബാങ്കിൽ ഞങ്ങൾ ഇടപെടാം. അവിടെ എന്താ പ്രതിസന്ധി? പ്രതിസന്ധി ഞാൻ പറയാം. എനിക്ക് പറയാൻ കഴിയും ശ്രീ വി. രാജേഷ്, എനിക്ക് പറയാൻ കഴിയും. ചർച്ചയുടെ മോഡറേറ്ററായി നിൽക്കണം എന്നുള്ളത് മാത്രമാണ് വ്യക്തിപരമായ അനുഭവം പറയാത്തത്. കൊച്ചിയിലെ എത്ര ബാങ്ക് ATMകളിൽ 2000 രൂപ നോട്ട് അല്ലാതെ ഇപ്പോഴും ലഭ്യമാണെന്ന് താങ്കൾക്ക് അറിയാമോ? തിരുവനന്തപുരത്ത് എത്ര ATMകളിൽ 2000 രൂപ നോട്ട് മാത്രം നൽകുന്ന ATMകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് താങ്കൾക്കറിയാമോ? നമ്മുടെ ചർച്ച 1-ാം തീയതിയിലേക്ക് കൂടുതൽ കറൻസി ആവശ്യമുണ്ട്. കുറഞ്ഞത് 15,000 രൂപയെങ്കിലും ഒരു കുടുംബത്തിന് കറൻസിയായി കയ്യിൽ കിട്ടേണ്ടി വരും. ബാങ്കുകൾ സജ്ജമാണോ? അതാണ് ചോദ്യം. അതിന് ആത്മവിശ്വാസത്തോടുകൂടി താങ്കൾ മറുപടി പറയും. 101% ആത്മവിശ്വാസം, 101%. ഇന്ത്യയിലെ 2 ലക്ഷം ATMകളും പക്കയായി റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല. 1-ാം തീയതി ശമ്പളം കിട്ടുന്ന ആ പ്രതിസന്ധി ഒരു പ്രതിസന്ധി ഉണ്ടാക്കാത്ത തരത്തിൽ ഗവൺമെന്റ് ഇടപെട്ട്, കേരള ഗവൺമെന്റിനെ പോലുള്ള ചില ഗവൺമെന്റുകൾ ഇടപെട്ട് പ്രതിസന്ധി ഉണ്ടാക്കാതിരുന്നാൽ ഒരു പ്രതിസന്ധിയില്ലാതെ ആ വിഷയം പരിഹരിക്കുമെന്നുള്ള ഉത്തമ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഞാൻ ഹരീഷ് വാസ്തവൻ പറഞ്ഞ ചില കാര്യങ്ങൾ പറയട്ടെ. ഹരീഷ്, ഇപ്പോഴെ ഒരു മൊത്തത്തിൽ തന്നെ അങ്കലാപ്പാണ്. കാരണം ബാങ്കിലൂടെ ശമ്പളം മേടിക്കേണ്ട ആളുകൾക്ക് അവർക്ക് ബാങ്കിൽ അക്കൗണ്ടിൽ ശമ്പളം വന്നാൽ തന്നെ അവർക്ക് വിഡ്രോ ചെയ്യുന്നതിനുള്ള ലിമിറ്റ് എൻഹാൻസ് ചെയ്തിട്ടില്ല. അതുപോലെ സാധാരണ കാഷ്വൽ ലേബേഴ്സ് അല്ല അൺഓർഗനൈസ്ഡ് സെക്ടറിലെ ജീവനക്കാർ അവര് കറൻസിയായി ഒരാഴ്ച ചെയ്ത ജോലിയുടെ കൂലിപ്പണിയുടെ അല്ലെങ്കിൽ അവരുടെ മാനുവൽ ലേബറിന്റെ അവരുടെ ശമ്പളം കറൻസിയായി മേടിക്കുന്ന അവർക്ക് എവിടുന്ന് കറൻസി കിട്ടും? എവിടുന്ന് അവർക്ക് ശമ്പളം കൊടുക്കും? പിന്നെ പ്രധാനമന്ത്രി എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്തെല്ലാം വാഗ്ദാനം നൽകിയ പ്രധാനമന്ത്രിയാ? അധികാരത്തിൽ വന്ന 100 ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് കോടി കള്ളപ്പണം തിരിച്ചു കൊണ്ടുവന്ന് ഒരാളുടെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ നിക്ഷേപിക്കും എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി എന്നുള്ളത് നമുക്കറിയാം. ഇപ്പം ഓരോ ദിവസവും ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു. അല്ല, ഞാൻ അത് ആദ്യമേ തന്നെ സൂചിപ്പിച്ചു. അത് അദ്ദേഹം ഒരു രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയല്ലേ? ഇന്ന് നമ്മുടെ CPM-ന്റെ നേതാവ് P. കരുണാകരൻ ലോക്സഭയിൽ ചോദിച്ചു, നിങ്ങളെ RSSും BJPയും തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രി മാത്രമല്ലോ, നിങ്ങൾ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ? നിങ്ങൾക്ക് ഈ ലോക്സഭയിൽ വന്ന് ജനങ്ങളോട് എന്താണ് ഈ രാജ്യത്തിന്റെ ഇന്നത്തെ പ്രതിസന്ധിയെന്നും അത് പരിഹരിക്കാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ഈ ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളോട് പറയുന്നതിന് എന്താണ് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നതെന്ന് ഇന്ന് എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും നേതാക്കന്മാർ ചോദിച്ചു. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ ഒരു കാര്യം ചോദിച്ചു, നിങ്ങളുടെ ക്യാബിനറ്റിലുള്ള മന്ത്രി, ആ മന്ത്രി സ്വന്തം സഹോദരന്റെ മൃതശരീരം വിട്ടുകിട്ടാൻ വേണ്ടി ഈ നോട്ടുകളുമായി അവിടെ നിന്നു, അവർ വിട്ടുകൊടുത്തില്ല, ചെക്ക് കൊടുത്തു, ചെക്ക് സ്വീകരിച്ചില്ല. ഇത് നിങ്ങളുടെ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിക്കുണ്ടായ അനുഭവമാണ്. അപ്പൊ സാധാരണക്കാര് ഈ നാട്ടിൽ എന്തേരെ വിഷമിക്കുന്നു, എന്തേരെ പ്രയാസപ്പെടുന്നു, പാവപ്പങ്ങൾ എന്തേരെ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കൂടുതൽ ഗവേഷണം വേണം. പാർലമെന്റ് ചർച്ചയ്ക്ക് തയ്യാറാകാൻ കേട്ടോ. അത് അത്രയും വലിയ നാടകം ഇന്ത്യയിൽ ആരും ഇതുവരെ നടത്തിയിട്ടില്ല. കയ്യിലിരുന്ന നോട്ടാണോ പിൻവലിച്ചത് എന്താണെന്ന് അറിയാത്ത പ്രായത്തിൽ അവരെ കൊണ്ടുപോയി നാടകം ഈ പ്രധാനമന്ത്രിക്ക് അല്ലാതെ മറ്റാർക്കും അത് നിങ്ങളുടെ തൊലിക്കെട്ടി, അപാരമായ തൊലിക്കെട്ടി, അതിന്റെ ഭാഗമാണ് രാജേഷിന് ഇപ്പോൾ ഉള്ളത്. അതാണ് ഇപ്പം ഇതൊരു നിർണായകമായ സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഈ പറയുന്നത് പോലെ അടുത്ത ദിവസങ്ങളിൽ രാജ്യത്തിന് കറൻസിയുടെ വലിയ രീതിയിലുള്ള ഈ പ്രതിസന്ധി ഒന്നും തന്നെ ഇല്ലാത്തതല്ല. ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ജനങ്ങൾക്ക് അത് അറിയാവുന്നതാണ്. ഞങ്ങൾ ഇനിയും സഹകരിക്കാം എന്ന് പറയുന്നവർ പോലും വളരെ വലിയ പ്രയാസം നേരിട്ടുകൊണ്ട് തന്നെ ദൈനംദിന ആവശ്യങ്ങൾക്ക് കറൻസി ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട്. എന്നിട്ട് പോലും ഇന്ന് നേരത്തെ ശ്രീ വി. രാജേഷ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ബംഗാളിൽ ഇടതുമുന്നണി കൺവീനർ പറയുകയാണ് സമര രീതി പരാജയപ്പെട്ടുവെന്ന്.
എന്തുകൊണ്ടാണ് ഇതിനു മുൻപ് ഒരിക്കലും രാജ്യം നേരിട്ടിട്ടില്ലാത്ത ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പോലും അതിനാവശ്യമായ രീതിയിലുള്ള പ്രതികരണത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾക്ക് എത്താൻ കഴിയാത്തത്? ഞങ്ങളുടെ സമരരീതി പരാജയപ്പെട്ടു, തീർച്ചയായും സമരമല്ല, സമരരീതി പരാജയപ്പെട്ടു എന്ന് ആശ്വസിക്കാൻ ശ്രമിച്ചാൽ പോലും എന്തുകൊണ്ടാണ് ആ രീതിയിലേക്ക് വരാത്തത്? വലിയ രീതിയിലുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ സർക്കാർ നടത്തുമെന്നും അപ്പോൾ വലിയ പ്രക്ഷോഭം നടത്തിയാൽ, വലിയ പ്രതിഷേധം നടത്തിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രതിപക്ഷം ശരിക്കും ഭയക്കുന്നുണ്ടോ ശ്രീ എം. പി. രാജേഷ്? അല്ല, ഇവിടെ ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള പ്രതിരോധം ഉയർന്നു വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ പ്രതിപക്ഷം ഇന്ന് പല നിലയിലാണല്ലോ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പല പാർട്ടികളും അവരുടേതായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രതിഷേധത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ആ പ്രതിഷേധത്തിന്റെ കൂടി സ്വാധീനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് പ്രധാനമന്ത്രി സഭയിൽ വരാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്രതിഷേധം അത്ര മോശമായിരുന്നില്ല എന്ന് തന്നെയാണ് അത് കാണിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ വി രാജേഷ് പറഞ്ഞത് 101% ആത്മവിശ്വാസമുണ്ട് എന്നാണ്. 1-ാം തീയതി 101% ആത്മവിശ്വാസം കൊടുത്താൽ മതിയാവില്ല രാജേഷ്. ബാങ്കുകളിൽ ആളുകളുടെ കയ്യിൽ പണം കൊടുക്കേണ്ടി വരും. 100 രൂപയുടെ കറൻസി നോട്ട് എത്തിക്കേണ്ടി വരും. അത് എത്തിക്കാനാവില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? ഇതുവരെ നവംബർ 8-നാണല്ലോ പ്രഖ്യാപനം നടത്തിയത്. പ്രധാനമന്ത്രിയും ഗവൺമെന്റും അവകാശപ്പെടുന്നത് നേരത്തെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇതിനെ നേരിടാവുന്ന, ഈ സാഹചര്യം നേരിടാവുന്ന മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടാണ് ഇതിലേക്ക് പോയത് എന്നാണ്. ആ മുന്നൊരുക്കം നടത്തിയെന്ന് ഇവർ അവകാശപ്പെടുന്നതിന്റെ ഫലമായിട്ട് നവംബർ 8 കഴിഞ്ഞു. ഇന്ന് നവംബർ 28 ഈ 20 ദിവസത്തിനിടയിൽ ബാങ്കുകൾ എത്രയാണ് റിസർവ് ബാങ്ക് എത്രയാണ് കറൻസി റീപ്ലേസ് ചെയ്തിട്ടുള്ളത്? 1,36,000 കോടി രൂപയുടേതാണ്. എത്രയാണ് പിൻവലിച്ച 1000-500 നോട്ടുകളുടെ കറൻസി നോട്ടുകളുടെ ആകെ മൂല്യം? ഏതാണ്ട് 16 ലക്ഷം കോടി രൂപയുടേതാണ്. എന്ന് പറഞ്ഞാൽ പിൻവലിച്ചതിന്റെ 10% 20 ദിവസം കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിക്കാൻ ഒരു മിനിറ്റ് രാജേഷ് ഒന്ന് കേൾക്കണം. ഞാൻ രാജേഷ് പലത് അപ്പൊ കൗണ്ടർ ചെയ്യേണ്ടതായിരുന്നെങ്കിൽ ഞാൻ കേട്ടിരുന്നിരിക്കുന്നു. കാരണം വന്നതിന്റെ കണക്കല്ല, ഒന്നാകെ പിൻവലിച്ചതിന്റെ കണക്കാണ് അദ്ദേഹം പറഞ്ഞത് 16 ലക്ഷം കോടിയുടെ മൂല്യമുള്ളതെന്ന്. പണം വന്നു കഴിഞ്ഞാൽ മാത്രമേ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. മാർക്കറ്റുകളിലത്തെ പണത്തിന് പകരമായിട്ട് പുതിയ നോട്ട് അച്ചടിച്ചു വയ്ക്കാൻ പറ്റില്ല. രാജേഷ് ഒന്നും സംസാരിക്കാതിരിക്കുക. ശ്രീ വി രാജേഷ്, താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എം. പി. രാജേഷ്, അല്ല, താങ്കൾ തെറ്റായ കണക്കുകൾ രാജേഷ് കാര്യം മനസ്സിലാക്കാതെ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഊഴം വരുമ്പോ പറയൂ. ഒരു മര്യാദ പാലിക്കേണ്ട ഒരു ചർച്ചയല്ലേ, ഒരു മര്യാദ പാലിക്കേണ്ട. അപ്പോ 16 ലക്ഷം കോടി രൂപ മൂല്യമുള്ള കറൻസി നോട്ടുകൾ പിൻവലിച്ചു എന്ന് എന്തൊരു കഷ്ടം. ഇയാളുടെ കൂടെ ചർച്ചയ്ക്കിരിക്കാനാവില്ല കേട്ടോ. താങ്കൾ തുടരൂ. അദ്ദേഹത്തിന് അത് കൃത്യമായി 16 ലക്ഷം കോടി രൂപയുടെ പറഞ്ഞോളൂ. 16 ലക്ഷം കോടി രൂപ മൂല്യമുള്ള കറൻസി നോട്ടുകൾ പിൻവലിച്ചു എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും അരുൺ ജെയ്റ്റ്ലിക്കും ഒന്നുമില്ല സംശയം. രാജേഷിന്റെ സംശയം തീർക്കാൻ ഞാൻ വിചാരിച്ചാലാവില്ല. 16 ലക്ഷം കോടി രൂപയുടെ കറൻസി നോട്ടുകളാണ് പിൻവലിച്ചത് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിച്ചതാ. അതാ ഞാനിവിടെ പറഞ്ഞത്. അപ്പോ അത്രയും മൂല്യമുള്ള കറൻസി നോട്ടുകൾ പിൻവലിച്ചു. ഇതുവരെ റീപ്ലേസ് ചെയ്തത് 1,36,000 കോടി രൂപയുടേതാണ് എന്ന് പറഞ്ഞാൽ 10% താഴെയാണ് എന്നാണ് അർത്ഥം. പിൻവലിച്ചതിന്റെ 10% താഴെ മാത്രമേ നോട്ടുകൾ റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കും ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി കണക്കിപ്പോ പഠിപ്പിക്കാൻ നിർവാഹമില്ല അതിനപ്പുറം ഈ സമയപരിമിതിക്കകത്ത്. അപ്പോ ഇത്രയും വലിയ തയ്യാറെടുപ്പ് നടത്തി തീരുമാനം പ്രഖ്യാപിച്ച് 20 ദിവസം കൂടി കഴിഞ്ഞിട്ടും 10% റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ ഇനി 1-ാം തീയതിക്ക് 3-4 ദിവസമാണുള്ളത്. ഈ 4 ദിവസം കൊണ്ട് നമുക്ക് ആത്മവിശ്വാസം മാത്രം 100% പ്രകടിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ 101% പ്രകടിപ്പിക്കാൻ പറ്റും. കാശ് എത്താൻ പോകുന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവിതാണ്. തോമസ് ഐസക് പറഞ്ഞതല്ലേ ശരിയായി വന്നത്? എന്താണ് ഐസക് അപ്പൊ യഥാർത്ഥത്തിൽ അദ്ദേഹം ഐസക്കിന്റെ ദീർഘവീക്ഷണത്തെ പ്രകീർത്തിക്കുകയാണ് ചെയ്തത്. അരമണിക്കൂറിനകം പോസ്റ്റ് ഇട്ടു എന്നുള്ളത് ശരിയാണ്. അരമണിക്കൂറിനകം തോമസ് ഐസക് പറഞ്ഞത്, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള തോമസ് ഐസക് പറഞ്ഞത് വലിയ ലിക്വിഡിറ്റി ക്രഞ്ച് ഉണ്ടാക്കും എക്കോണമിയിൽ എന്നാണ്. ആളുകളുടെ കൈ പണം എന്ന് പറഞ്ഞാൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്.
അത് ആ 95% കറൻസിയും 86% കറൻസിയും 500, 1000 നോട്ടുകളുടേതാണ്. തീർച്ചയായും അവസാനിക്കുകയാണ് നമ്മുടെ ചർച്ചയുടെ. താങ്കൾക്കും അറിയാം, താങ്കൾ പതിവായി ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. ഇന്ന് സാധാരണക്കാരന് അവൻ അധ്വാനിക്കുന്ന പണത്തിന്റെ മൂല്യം ഏറ്റവും മിനിമം ആവശ്യങ്ങൾക്കെങ്കിലും ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിന് താങ്കൾക്ക് മറുപടിയുണ്ടോ? ഒറ്റ മിനിറ്റേ ബാക്കിയുള്ളൂ, ദയവായി എന്നോട് ക്ഷമിക്കണം. സാധാരണക്കാരൻ അധ്വാനിക്കുന്ന പണം എവിടെ പോകാനാ? സാധാരണക്കാരൻ അധ്വാനിക്കുന്ന പണം സാധാരണക്കാരന് തന്നെ പ്രയോജനപ്പെടുത്താം. സാധാരണക്കാരന്റേതായ ഒരു പണവും നഷ്ടപ്പെടുകയില്ല. ഗവൺമെന്റ് കള്ളപ്പണക്കാരുടെ ഉൾപ്പെടെ പണം അക്കൗണ്ടന്റ് മണിയാക്കുവാൻ വേണ്ടിയുള്ള അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നോട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതിനനുസരിച്ചുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ആ ബുദ്ധിമുട്ടാണ് നന്ദി ശ്രീ വി. രാജേഷ്. ആ ഒരൊറ്റ ചോദ്യത്തിന് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് പ്രധാനമന്ത്രിയും ഇപ്പോൾ പാർലമെന്റിനെ അഭിമുഖീകരിക്കാൻ ഇത്രയും ദിവസം തയ്യാറാകാതിരുന്നതെന്ന് താങ്കളുടെ തന്നെ മറുപടി ഇല്ലായ്മയിൽ നിന്ന് വ്യക്തമാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ നരേന്ദ്രൻ, ശ്രീ എം പി രാജേഷ്, ശ്രീ ആന്റോ ആന്റണി, ശ്രീ ഹരീഷ് വാസുദേവൻ ചർച്ചയിൽ പങ്കെടുത്തതിനും നിലപാടുകൾ വ്യക്തമാക്കിയത്.